നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ്. രാമശ്ശേരി ഇഡലിപ്പൊടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാലക്കാടുകാരിയായിട്ടും ജോലിക്ക് എല്ലാ മാസവും പോവാറുള്ളതാണ്. എന്നിരുന്നാലും ഈ രാമശ്ശേരി ഇഡലിയും അതിൻ്റെ കൂട്ട്, അതായത് മെയിൻ കൂട്ട് അതിൻ്റെ പൊടിയാണ്. ഇത് ഞാൻ കഴിക്കാനിടയായത് കഴിഞ്ഞ മാസമാണ്. അന്വേഷിച്ച് പോയി. അവിടെ 24 മണിക്കൂറുണ്ട്. ചില കടകളൊക്കെ അടയ്ക്കും രാവിലെ കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു എന്താണ് ഈ പൊടിയുടെ കൂട്ട്. ഞാൻ പറഞ്ഞു ഈ ഇഡ്ഡലി പൊടി കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. വേറെ ചട്നി ഉണ്ട്, പക്ഷെ പൊടിയാണ് മാസ്റ്റർ പീസ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കിയേക്കളെ. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കണ ഗ്ലാസ്സിൽ, ആ വലിയ ഗ്ലാസ്സില്ലേ, അതിൽ ഒരൊറ്റ ഗ്ലാസ് നിറച്ച് മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. മട്ട അരി തന്നെ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ഇത് വറുത്തെടുക്കാം. നിങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ലെങ്കിൽ എല്ലാം പകുതി പകുതി വീതം, ഞാൻ പറയുന്നതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയെ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഇട്ട് വറക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന കാരണം മാത്രമാണ് വേറെ വേറെ വറക്കുന്നത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും, നിങ്ങൾക്ക് അറിയാലോ. ഇതാ എൻ്റെ സാധാരണ ഞാൻ എടുക്കുന്ന ഗ്ലാസ് കേട്ടോ. ഈ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ അളവ് പാത്രം നോക്കിയിട്ട് തന്നെ എടുത്തോളൂ, എന്നാലാണ് ആ കറ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടായി വരട്ടെ. കണ്ടോ, അപ്പോൾ ശബ്ദം കേൾക്കുന്നില്ലേ? ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓരോന്നായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. കരിഞ്ഞു പോവാതെ പ്രത്യേകം നോക്കണം. അതിൻ്റെ ആ യഥാർത്ഥ കളറ് വരണമെങ്കിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ ഓരോന്നായിട്ട് വറുത്തെടുക്കണം. നിങ്ങൾ ട്രയൽ നോക്കാൻ കുറേശ്ശെ എല്ലാം എടുത്തിട്ട് ആദ്യം ഒന്ന് വേണമെങ്കിൽ നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇതിൽ തന്നെ കടന്നിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ്. അപ്പോൾ കടലപ്പരിപ്പ് അരി എടുത്ത ഗ്ലാസ്സിൽ പകുതി, നേർപകുതി. ഇതും അതേ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ചട്ടി ചൂടായി കിടക്കുന്ന കാരണം എളുപ്പമുണ്ട്. ഇനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേണം കടലപ്പരിപ്പ്. ചിലതിങ്ങനെ കറുത്ത നിറക്കായിക്കോട്ടെ, കുഴപ്പമില്ല, വറുത്തെടുക്കണം. ഒന്ന് വായിലിട്ട് നോക്കി അറിയാം. എക്കടെ നിന്ന് പറയേണ്ട കാര്യം അർത്ഥം. ഇത് നമുക്ക് മാറ്റാം. അടുത്തതായിട്ട് ഈ ഗ്ലാസ്സിൽ നമ്മൾ കടലപ്പരിപ്പ് എടുത്ത അതേ അളവിൽ, അതായത് നേർപകുതി മുഴുവൻ ഉഴുന്നാണ് എടുക്കുന്നത്. കറുത്ത ഉഴുന്ന് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഇപ്പൊക്കെ വരുന്നത് ഇങ്ങനത്തതല്ലേ. അപ്പോൾ ഉഴുന്ന് നമുക്ക് നന്നായിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഒന്ന് ചുമന്ന കളറൊക്കെ ആവണം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഉഴുന്ന് ഇതേപോലെ തന്നെ നല്ലൊരു മണം വരും. കണ്ടോ, ഇങ്ങനെ ചുമന്ന് വരും. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാൻ മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വറ്റൽ മുളക്. ഇതിൻ്റെ ഒന്നും കണക്ക് പറയുന്നില്ല, നിങ്ങളുടെ അരിക്ക് അനുസരിച്ച് എടുത്തോളൂ. ഞെട്ടി കളഞ്ഞിട്ടില്ല, കാരണം ഞെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വിത്തൊക്കെ വന്നിട്ട് ആകെ ചുമയും ഒക്കെ വരും, അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴുകിയിട്ട് വെച്ചതാണ്. അത് ഞെട്ടി കളഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞെട്ടോടെ വറുക്കുകയാണ് കേട്ടോ. അപ്പം മുളകൊക്കെ ഇതേപോലെ ആവണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് മാറ്റാം. അടുത്തതായിട്ട് കറിവേപ്പിലയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. കുറച്ച് നല്ലോണം എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, അത് കാരണം ഞാൻ നന്നായിട്ടൊരു കൈപ്പിടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന്, ഇതിലൊന്നും എണ്ണ ചേർത്ത് വറക്കണ്ട കേട്ടോ. ഇതൊന്ന് ആയി വരട്ടെ. വെയിറ്റ് ചെയ്യാം. ഇപ്പം കണ്ടോ, ഒരു കിരി ശബ്ദം കേൾക്കും കേട്ടോ. നന്നായിട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി ഇടുന്ന സാധനങ്ങൾ പെട്ടെന്നാവണതാണ്. നല്ല ചൂടുണ്ട്. അത് കാരണം ഇട്ടതിന് ശേഷമേ ഗ്യാസ് കൊളുത്തുന്നുള്ളൂ കേട്ടോ. നല്ല ജീരകം 1 ടീസ്പൂൺ. കറുത്ത എള്ള്, കറുത്തതിനെ എടുത്തോളൂ. വെളുത്തതിനേക്കാട്ടിലും നല്ലത് കറുത്ത തന്നെയാണ്. 1 ടീസ്പൂൺ. നല്ലോണം 1 ടീസ്പൂൺ കേട്ടോ. മുഴുവൻ കുരുമുളക് 2 ടീസ്പൂൺ.
കുരുമുളക് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം 1 ടീസ്പൂൺ, അതുപോലെ തന്നെ എള്ള, കറുത്ത എള്ള നല്ലോണം 1 ടീസ്പൂൺ. ഇതൊന്ന് നന്നായിട്ട് വറുക്കുക. പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. ഞാൻ ഗ്യാസ് കൊളുത്തി. ഇനി ഇതിൽ തന്നെ ഇരുന്നിട്ട് ആയിക്കോളും. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്തിനാ അങ്ങനെ വറക്കണം വെച്ചാൽ കുറച്ച് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. നമ്മളങ്ങനെ പച്ചക്ക് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ പോരച്ചാൽ പിന്നെ ഇടാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിൽ നല്ല ചൂടുണ്ട്. അത് കാരണം തന്നെ പിന്നെ ഗ്യാസ് ഒന്നും കൊളുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ചൂടാക്കിയ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് ഇനി വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായപ്പൊടിയാണ്. കട്ടക്കായ എടുക്കുക, അല്ലെങ്കിൽ പൊടി എടുക്കുക. അപ്പോൾ 10 ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ടോട്ടൽ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിക്ക് വേണ്ടത്. ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ 10 ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? പുഴുക്കലരി നല്ലോണം വലിയൊരു ഗ്ലാസ്, പരിപ്പ് ഉഴുന്ന് അതിൻ്റെ 1/2 ഗ്ലാസ് വീതം. പിന്നെ നമ്മളിപ്പോൾ 3 വറുത്തു, അപ്പോൾ തന്നെ 3 ഈ 3 കൂടി 6. അതായത് കുരുമുളക്, നല്ല ജീരകം, അതുപോലെ തന്നെ എള്ള് 7, വറ്റൽമുളക് 8, കറിവേപ്പില, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ കായപ്പൊടി. അങ്ങനെ 10 ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ രാമശ്ശേരി ഇഡലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ഉണ്ടോ, കരിവേപ്പിൻ്റെലൊക്കെ എങ്ങനെ ഇങ്ങോട്ടാവണം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് സാധാരണ നമ്മുടെ ഇഡ്ഡലിപ്പൊടിയെക്കാട്ടിലും ഒന്നും കൂടി പൊടിയണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഒന്നിരുന്നിട്ട് ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് കായപ്പൊടി ഒരുപാട് വേണ്ട, ഇതിലേക്കാണ് കുടഞ്ഞു കൊടുക്കാം. മുളകിൻ്റെ ഞെട്ടി ഒന്ന് കളയണം, മതി. ഒന്നും കൂടി ചൂടാറാനുണ്ട്. ഇനി വെറുതെ ആണ് പൊടിച്ചെടുക്കുക വേണ്ടു കേട്ടോ. അപ്പം നമുക്കത് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും. നമുക്കങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. സാധാരണ ഇഡ്ഡലിപ്പൊടിയെക്കാട്ടിലും കുറച്ചും കൂടി പൊടിയണം കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പിലേക്കും കൂടി ഉള്ളതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ വളരെ സ്വാദിഷ്ടമായ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ തന്നെയാണ് അതിന് വരിക. ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു ലേശം എടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ കൂട്ടിയിട്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഏതിന് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എണ്ണയൊന്നും വേണ്ട, ഇതാ ഒരു ലേശം ഞാൻ ഇതൊന്ന് എടുക്കുകയാണേ മോളിന്ന്. എല്ലാവരും കയ്യൊന്നും കാട്ടിക്കോളൂ കേട്ടോ. ടേസ്റ്റൊക്കെ എന്തരാണേ, കഴിച്ചിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ രാമശ്ശേരി ഇഡലി ശരിക്കും അവരുണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വീഡിയോകളിലോ ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ മൺകലം അടുപ്പിൽ വെച്ചിട്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അടുപ്പൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഗ്യാസിൽ തന്നെയാണ്. അതുമാതിരി പാത്രങ്ങൾക്കും ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞത്. ഞങ്ങൾക്കും അങ്ങനെ തോന്നി. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം സ്റ്റീമറിലായാലും മതി വെച്ചിട്ട് ഒരു ഇല അതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതിയേ, തട്ടുദോശയ്ക്കൊക്കെ പരത്തുന്ന മാതിരി. ഇനിയിപ്പോൾ ഇല കിട്ടാത്ത ആൾക്കാരച്ചാൽ ഇങ്ങനെ ഒരു തട്ടെടുക്കുക. ഇപ്പോൾ ദൂരമുള്ളവർക്കൊന്നും വാഴൻ്റെ ഇല കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് അതിൽ എണ്ണ പുരട്ടിയിട്ട്, ഞാൻ പണ്ട് വിചാരിച്ചു ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാക്കണ മാതിരിയുള്ള ഇഡ്ഡലി അല്ല കേട്ടോ. ഇതിങ്ങനെ പരന്നിട്ട് തട്ടുദോശ മാതിരിയാണ്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇതാ, ഇനി നമുക്ക് ഇത് ആവി കയറ്റാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇലയിലുള്ളത് ഞാൻ ഒന്നും കൂടെ ഷേപ്പാക്കി എടുത്തു എന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് തട്ടിൽ വെച്ചും കൂടി നോക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ ഇലയിൽ ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, തട്ടിലത്തെ എടുത്തു. അപ്പം നമ്മുടെ തട്ടിലുള്ളത് കണ്ടോ, ഒന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ആ അരികു ഭാഗം കണ്ടോ വിടർത്തി കഴിഞ്ഞാൽ അത് അതേപോലെ കൊണ്ട് കൊട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പൊടി വിളമ്പി കൊടുക്കാം. ഈ ഒരു കളറാണ് ഉണ്ടാവുക.
സാധാരണഗതിയിൽ ഞാനിതിൻ്റെ മുന്നേ ഇഡ്ഡലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടാക്കണ പൊടിക്ക് വേറൊരു കളറാവും. പക്ഷേ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിയുടെ രുചി രഹസ്യം ഇത് തന്നെയാണ് കേട്ടോ. കളറും ഇതാവും, ടേസ്റ്റും അതെ, ഗംഭീര ടേസ്റ്റാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാം. ഇത് കുറച്ചും കൂടി മാറ്റി വയ്ക്കട്ടെ. ഇതേപോലെ ഇല കിട്ടാത്ത ആൾക്കാർ ഇങ്ങനെ പ്ലേറ്റിൽ ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ. കണ്ടോ എന്ത് സോഫ്റ്റാന്ന് നോക്കൂ. ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പൊന്നിയരി, പുഴുക്കല്ലരി പൊന്നിയരി 2 ഗ്ലാസ്. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പുഴുക്കലരി എടുക്കുന്നത് അതേ അളവ് തന്നെ പച്ചരിപ്പൊന്നി. 2 ഗ്ലാസ് പുഴുക്കലരിപ്പൊന്നി, 2 ഗ്ലാസ് പച്ചരിപ്പൊന്നി. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ. എന്നിട്ട് നിങ്ങൾ അരച്ചുണ്ടാക്കി നോക്കൂ. ഇതേപോലെ പഞ്ഞി മാതിരി ആവും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.